എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്നറിയാം, നിങ്ങൾ അത്ഭുതപ്പെടും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 3 കാർഡുകളാണ്. ഈ 3 കാർഡുകളിൽ ഓരോ കാർഡിൻ്റെയും റീഡിങ് നിങ്ങൾ കൃത്യമായി കേൾക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് എന്താണെന്ന് കൃത്യമായി അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഹൗസ് എന്ന ആ കാർഡ് ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാം. ഒന്നാമത്തെ കാർഡ് തീർച്ചയായും പറയുന്നത് ഹൗസ്, വീടിൻ്റെ ചിത്രമാണ്. കിങ് ഓഫ് ഹാർട്ട്സ് എന്നാണ് ഈ കാർഡിൻ്റെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു നാമം. ഇത് കുടുംബം, സുരക്ഷിതത്വം, ആത്മാർത്ഥത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഒരു വ്യക്തിയുടെ തൻ്റെ കുടുംബത്തോടുള്ള കൂറും തൻ്റെ കുടുംബത്തോടുള്ള വിശ്വസ്തതയും ഇവിടെ പ്രതീകമായി കണക്കാക്കാം. വീട്ടിലുള്ളവർക്ക് വേണ്ടി സ്വയം ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണാം. വ്യക്തിയുടെ ചിന്തകൾ കുടുംബജീവിതത്തിന് അധിഷ്ഠിതമാണ്. ആ വ്യക്തി സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, തന്നെ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അത്രത്തോളം തന്നിൽ ആശ്രയം ഏൽപ്പിച്ചവരെ സ്നേഹിക്കുകയും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മനസ്സറിയുമ്പോൾ ആദ്യം അറിയുന്നത് അതാണ്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കവിടെ കൃത്യമായി കാണാം. ആ വ്യക്തിയുടെ സ്നേഹവും ആ വ്യക്തിയുടെ പരിഗണനയും ഒക്കെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയാണ്. നേർരേഖയിലൂടെ ഈശ്വരവിശ്വാസത്തിൽ അധിഷ്ഠിതമായി, ധാർമ്മികതയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണുന്നത്. നിങ്ങളോട് ഏറ്റവും കൂടുതലുള്ള ആത്മാർത്ഥത ആ വ്യക്തി കാണിക്കും. പകലിൽ ആ വ്യക്തി എന്താണോ അത് തന്നെയായിരിക്കും ആ വ്യക്തി രാത്രിയിലും. കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയെയാണ് ആദ്യത്തെ കാർഡ് നിങ്ങൾക്ക് മനസ്സ് തുറന്നു നൽകുന്നത്. നമുക്കിനി രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. ട്രീ എന്നാണ് ആ കാർഡ്. എന്താണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാർഡ് നമുക്ക് നൽകുന്നത് ഹൃദയമാണ്. 7 ഓഫ് ഹാർട്ട്സ് ആണ്. ആരോഗ്യം, വളർച്ച, ദൈർഘ്യമേറിയ കാര്യങ്ങൾ എന്നിവയെ ഈ കാർഡ് പ്രതിനിധീകരിക്കുന്നു. ഇത് വ്യക്തിയുടെ ദീർഘകാല സ്വപ്നങ്ങൾ, ആത്മീയത അല്ലെങ്കിൽ ആരോഗ്യം സംബന്ധിച്ച ചിന്തകളാകാം. വൃക്ഷം ഒരു ജനതയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ, വൃക്ഷം ഒരു സമൂഹത്തെ എങ്ങനെ സേവിക്കുന്നുവോ, വൃക്ഷം സമൂഹത്തിന് മൊത്തം തണലേകാൻ ആഗ്രഹിക്കുന്നു. ഒരു വൃക്ഷം ചെറിയ കാലയളവിലുള്ളതല്ല. അതിൻ്റെ പ്രവൃത്തിയും അതിൻ്റെ ആയുസ്സും അതിൻ്റെ സേവനങ്ങളും ഒരു ചെറിയ കാലഘട്ടത്തിലുള്ളതല്ല. നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാർ പോലും നട്ട അല്ലെങ്കിൽ അമ്മുമ്മമാർ പോലും നട്ട വൃക്ഷങ്ങളുടെ തണൽ നമുക്കിപ്പോഴും ലഭിക്കുന്നുണ്ട്. അവരുടെ ഓർമ്മകൾ ആ വൃക്ഷത്തിലൂടെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ സ്നേഹവും പരിലാളനവും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പോകുന്നു. ആത്മീയതയുടെ ഒരു വലിയ ഭാവമാണ് ഓരോ വൃക്ഷവും. അതുകൊണ്ട് തന്നെയാണ് വൃക്ഷങ്ങൾ നാം ആരാധിക്കുന്നത്, വൃക്ഷങ്ങളെ നാം സ്നേഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ ഹൃദയവും. തൻ്റെ സ്വപ്നങ്ങൾ, തനിക്ക് കീഴിലുള്ളവർ, അവരുടെ തലമുറകൾ, ഈ സമൂഹത്തിൽ തൻ്റെ സേവനം ആഗ്രഹിക്കുന്നവർ, അവർക്കെല്ലാം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ്, ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ അടുത്തറിയുമ്പോൾ നിങ്ങൾ അറിയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും തൻ്റെ ജീവിതകാലം മുഴുവനും എല്ലാവർക്കും സേവനം നൽകാൻ തൽപരയായ ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തിയുടെ ഹൃദയം ഒരു തളിരില പോലെ എത്ര നല്ലതാണ്, എത്ര കാറ്റും തണലും എത്ര കുളിരും അത് മറ്റുള്ളവർക്ക് ഏകുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ മേഘങ്ങൾ എന്ന ആ കാർഡ്, അതെന്താണ് നമുക്ക് നൽകുന്ന സന്ദേശവും നമുക്ക് നോക്കാം. മേഘാവൃതമായ ആകാശത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അവ്യക്തത, ആശയക്കുഴപ്പം, വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവ ക്ലൗഡ്സ് അഥവാ മേഘങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും അവ്യക്തത അല്ലെങ്കിൽ വ്യക്തതക്കുറവുള്ള ചിന്തകളോ ആശയങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടെന്ന് നമ്മളെ കാണിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സ് ഉഴലുകയാണ്. ചിന്താഭാരത്താൽ ആ വ്യക്തി ഒന്ന് പെയ്തിറങ്ങാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം ഉടൻ നന്നായി വരും
എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും ഉടൻ മാറും. എങ്കിലും പെയ്തിറങ്ങാതെ കനത്തു നിൽക്കുന്ന ആശയക്കുഴപ്പത്താലും ചിന്താഭാരത്താലും ആ വ്യക്തി നിലകൊള്ളുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടാവാം. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടാകാം. ചിന്തിച്ചതും പ്രവർത്തിച്ചതും തെറ്റാണെന്നോ അല്ലെങ്കിൽ ഏതാണ് ശരിയെന്നോ ഏതാണ് തെറ്റോ എന്നുള്ള അവ്യക്തത എപ്പോഴും ആ വ്യക്തിയെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഒരുപാട് മാനസിക സംഘർഷങ്ങളിലേക്ക് ആ വ്യക്തി വീണു പോകുന്നു. ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലേക്ക് ആ വ്യക്തി വീണു പോകുന്നു. പ്രതിസന്ധികൾക്ക് നടുവിൽ ആ വ്യക്തി കുഴഞ്ഞു പോകുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നും ആ വ്യക്തിക്ക് രക്ഷ നേടാൻ കഴിയുന്നില്ല. ആ പ്രതിസന്ധികളിൽ നിന്നും ആ വ്യക്തിക്ക് രക്ഷ നേടാൻ കഴിയുന്നില്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആ വ്യക്തിയെ വലിഞ്ഞു മുറുകുകയാണ്. പക്ഷേ ആ വ്യക്തി അറിയാത്തൊരു കാര്യം കൂടി പറയാം. ഉടൻ ആ ഭാരം അവസാനിക്കും. എല്ലാം ക്ലിയറാകും. ആ മേഘങ്ങളിൽ ഇവിടെ കനം മൂടിയ ആ ജലം മഴയായത് പെയ്ത് ഇറങ്ങും. സമാധാനം ഉണ്ടാകും. ആ വ്യക്തിയുടെ ഹൃദയമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.